പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, പ്രണയിക്കുന്ന വ്യക്തികളാവാം, മേ ബി ഇപ്പം വിവാഹം കഴിക്കാത്ത ആൾക്കാർ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റീഡിങ് റെസനേറ്റ് ആവുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. അതായത് ഭയങ്കര പേടി എന്ന് പറയുമ്പോൾ വേറൊന്നിനുമല്ല, ഈ വ്യക്തി ഇത്രയും നാളും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആളുകൾ തന്നെ കാണുന്നത് ഇനി ഈ ഒരു ബന്ധം അറിഞ്ഞിട്ട് മറ്റേതെങ്കിലും തരത്തിൽ തനിക്ക് നൽകുന്ന റെസ്പെക്റ്റ്, ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി വളരെയധികം ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ നിയന്ത്രണം ഈ ഒരു വ്യക്തി വെക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ. അപ്പം നിലവിൽ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ടാണ്, നല്ലൊരു സ്നേഹമായിരുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത്. ഒരിക്കലും നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പേഴ്സണ് നല്ല രീതിക്ക് ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നൊരു സ്നേഹമാണ്. അവരുടെ ഉള്ള് ഭയങ്കരമായിട്ട് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയുവാനുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ പുറമേ നിന്ന് ഭയങ്കര കരിങ്കല്ലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അതായത് കരിങ്കല്ലെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെയാണ് സ്വഭാവം, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളോട് ആൾ തുറന്നു കാട്ടത്തില്ല ആളുടെ ഒരുപാട് സ്നേഹമുള്ളത്. ഭയങ്കര നിയന്ത്രണാതീതമായിട്ടാണ് സ്നേഹം പോലും നിങ്ങളോട് തരുന്നത്. ഇപ്പം നിങ്ങൾ മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. അപ്പോൾ ഇപ്പം ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. കാരണം അത് നിങ്ങളെ വേദനിപ്പിക്കുമെന്നറിയാം, പക്ഷേ നിങ്ങളുടെ കണ്ണുനീര് കാണാൻ വേണ്ടിയൊന്നല്ല ഈ ഒരു വ്യക്തി അങ്ങനെ മാറി നിൽക്കുന്നത്. അവരുടെ ആ ഒരു പഴയ ഒരു സ്ഥാനം അത് ഒരുപോലെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി മുന്നിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഉടമസ്ഥ അവകാശമുള്ള ഒരു വ്യക്തി ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും എന്താ പറയുക, ഒരു പദവി അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും കുറച്ചും കൂടെ വയസ്സ് കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാവാം. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ കണ്ണുനീര് കാണാനോ നിങ്ങളുടെ ശാപം ഏറ്റുവാങ്ങാനോ അല്ല ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം തോന്നി, അത് തൻ്റെ ഒരു സ്ഥാനത്തെ ബാധിക്കുമെന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ ഇതൊക്കെ പറയാനുള്ള ഒരു അവസരം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സൃഷ്ടിച്ച് തരുന്നതാണെന്നാണ് കാണുന്നത്. ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ഓൺ ഓഫർ പ്രൈസ് ഉണ്ട്, ഉടനെ തീരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.